ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളിയായ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചോറിനൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ചെറിയുള്ളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഉള്ളിപ്പൊരിയൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അല്ലെങ്കിൽ സവാള വെച്ച് നമുക്കത് ചെയ്യാം, പക്ഷേ കുറച്ചൊരു ടേസ്റ്റ് വേണമെങ്കിൽ ചെറിയുള്ളി ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഉണക്കമുളക് എടുക്കുക എരിവിന്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടിയും കുറഞ്ഞും എടുക്കാം. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പടം. അപ്പോൾ ഈ മൂന്നാണ് മെയിനായിട്ട് ഐറ്റംസ്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ചെറിയുള്ളിയും ഉണക്കമുളക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ക്രഷ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കുറച്ചൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളി നല്ലപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളക് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നല്ലപോലെ ഒന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഫ്രൈ ആവണം, അതനുസരിച്ച് ഇളക്കി കൊടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതിപ്പം മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിപ്പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ചോറൊക്കെ ഉണ്ണാനായിട്ട് ഇത് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.